हेलो गाइस, वेलकम बैक टू अवर चैनल दीपूज रिएक्शन। हम आपके सामने लेकर आ गए एक और नया एपिक रिएक्शन वीडियो। और आज जो वीडियो हम आपके सामने लेकर आए हैं उसका नाम है दृश्यम 3 पार्ट 6। और हम लोग पार्ट 5 के रिकैप की बात करो। पार्ट 5 में यहाँ पर यही दिखाया गया था कि सहादेवन आ गए हैं आईजी थॉमस सर के पास में। तो आगे देखते हैं कि यहाँ पर क्या सहादेवन जो है वो आईजी थॉमस सर को वो चीजें बता पाते हैं कि उन्होंने अब तक क्या इन्वेस्टिगेशन किया और उन्हें अभी तक क्या सबूत मिल पाए हैं वरुण केस पर। और यहाँ पर क्या आईजी थॉमस सर जो है वो फिर से इन्वेस्टिगेशन का प्रोसेस स्टार्ट करवाते हैं या नहीं। यस, तो चलिए देखते हैं और आगे की कहानी को जानते हैं। So let's get started without any delay. നീ ഒന്ന് പുറത്തു പോയിന്നേ. I'm not supposed to say this, but I think I should now. क्या? ഞങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി हाँ? ഞങ്ങൾ കണ്ടെത്തിയതും क्या मिला उन्हें നിങ്ങൾ ऐसा? അറിയാത്തതുമായ ഒരു हाँ? കാര്യം അത് ഞാൻ പറയാം. अच्छा। വരുണിന്റെ റിമൈൻസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയ ദിവസം ओके। ഈ ജോർജ് കുട്ടി നാട്ടിലെ ഒരു കടയിൽ നിന്ന് 35 ലിറ്ററിന്റെ ഒരു കന്നാസ് ആസിഡ് വാങ്ങി. ओह। ഒരു റബ്ബർ കർഷകൻ അങ്ങനെ വാങ്ങുന്നതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. ചിലർ ഒരു വർഷത്തേക്ക് ഒരുമിച്ച് വാങ്ങുകയും ചെയ്യാറുണ്ട്. हाँ। ഇയാൾക്ക് ഏകദേശം 4 ഏക്കറോളം റബ്ബർ തോട്ടമുണ്ട്. ओह। അങ്ങനെ ഒരു കർഷകന് ഒരു മാസം ഏകദേശം 4-5 ലിറ്റർ ആസിഡാ വേണ്ടി വരും. हाँ। ഈ 35 ലിറ്റർ ആസിഡ് വാങ്ങിച്ചതിന് ശേഷമുള്ള ഓരോ മാസവും ജോർജ് കുട്ടി 5 ലിറ്റർ ആസിഡ് വാങ്ങുന്നുണ്ട്. अच्छा, मतलब वो जो 35 लीटर से वो और ही कुछ काम के लिए यूज हुआ है। हाँ। അയാൾ ആ 35 ലിറ്റർ വാങ്ങിയിട്ടുണ്ടാവുക. സാർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. हाँ। എന്നാലും എന്തെങ്കിലും റിമൈൻസ് കിട്ടാതിരിക്കും സാർ. एसिड के बाद में बचेगी क्या? क्या? ദൈവത്തിന്റെ exactly. അദൃശ്യമായ കൈകൾ ഉണ്ടാവുമെന്ന് പറയാറില്ലേ? നമുക്ക് ഒരു സാധ്യതകളും തള്ളിക്കളയാനാവില്ല. अच्छा। അല്ലെങ്കിൽ തന്നെ അവര് നിയമപരമായി ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ബോഡി കിട്ടണമെന്നുണ്ടോ? ഇവിടെ സാഹചര്യ തെളിവുകളുടെ സഹായത്തിൽ എത്രയോ കേസുകൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു, हाँ। ഇല്ലേ? पुलिस के भी हाथ बंधे हुए നിങ്ങൾ हैं। തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ്. हम्म। ഞങ്ങൾക്ക് സർവൈവ് ചെയ്യണ്ടേ ബാസ്റ്റൻ? ജോർജ് കുട്ടി തന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് എബ്രോഡിലേക്ക് അയക്കാനുള്ള പ്ലാനിലാണ്. हाँ। ആ പെൺകുട്ടി ഈ രാജ്യം വിട്ടാൽ ഞങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. हाँ। അടുത്ത ഞായറാഴ്ചയാണ് മനസ്സമ്മതം. അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ കല്യാണം. हाँ। സോ നൗ ഹീസ് ബിസി ആൻഡ് ഡിസ്ട്രാക്റ്റഡ്. फायदा उठाएंगे। I will take the responsibility of my actions. हाँ। And if we win, you can enjoy the fruit. अच्छा। Are you with me or not? एक बार बेटी बाहर चली गई तो फिर कुछ फायदा नहीं। नहीं। हाँ, बोल ही दिया होगा, इसके लिए अभी प्रोसीड कर रहे हैं। On one condition, क्या? क्या? എൻ്റെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ओके, अच्छा। चलो ये भी बात सही है। देखते क्या इन्वेस्टिगेशन करेंगे। हाँ। ये ड्रोन शॉट कितना जबरदस्त दिखाया हुआ है। Amazing ना? हाँ। कितना ब्यूटीफुल है वही लेकिन तो। लोकेशन। एकदम शांत प्लेस हाँ। और बीच में एक प्यारा सा मकान। हाँ। ओ ओके। अच्छा, वो शादियों लहंगा के का इसमें, हाँ। शॉपिंग ब्यूटीफुल। इन्वेस्टिगेशन स्टार्टेड। हाँ। മെസ്സിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അഞ്ജുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അച്ഛാ, ഇനി കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടതാ. കല്യാണം ഞങ്ങൾ പ്ലാൻ ചെയ്തോളാം. അതെ, മനസ്സമ്മതം പോലെ അവരത് കല്യാണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മ, ഇത് ഓക്കെ അല്ലേ? എന്തായി ജോസേ? അത് മതി. പത്രോട് സാക്ഷിമൊഴി കൊണ്ട് മാത്രം കാര്യമില്ല. ആ സ്കെലിറ്റിന്റെ DNA പത്രോ പറഞ്ഞ ആ പയ്യന്റെ അച്ഛന്റെയും അമ്മയുടെയും DNA ആയിട്ട് മാച്ച് ചെയ്യണം. അനു, അനു, എന്നാ? നിന്റെ തുണികളൊന്ന് മടക്കി വെച്ചാൽ എന്താ? അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അലക്കിയ തുണി ഡൈനിങ് ടേബിൾ ഇടരുതെന്ന്. തിന്നാൻ വേണ്ടിയിട്ടെങ്കിലും തുണികൾ മടക്കി വെക്കുമെന്ന് ഓർത്തിട്ട് ഇവിടെ വെക്കുന്നത്. മര്യാദയ്ക്ക് മടക്കടി. ആ ജോർജ് കുട്ടി, ഷോപ്പിംഗ് അല്ല എറണാകുളത്തുനിന്ന്. എന്തിനാ എറണാകുളത്ത് പോകുന്നത്? തൊടുപുഴ നല്ല കടകളില്ലേ? പോരാ, എറണാകുളം വേണം.
ആ സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. ചെറുക്കന്റെ വീട്ടുകാരും എറണാകുളത്ത് നിന്നാ എടുക്കുന്നത്. ओके ഒന്നിച്ചെടുക്കാന്നാ തീരുമാനിച്ചിരിക്കുന്നത്. साथ में शॉपिंग. ഓഹോ, ആര് തീരുമാനിച്ചു? അച്ഛന്റെ മൂത്ത മോള്. ओ फिर ठीक है. सही बात है. എത്ര വർഷമായി സംഭവം നടന്നിട്ട്? 6 വർഷം മുമ്പായിരുന്നു സാർ. पीछे पीछे എന്തായിരുന്നു മരണകാരണം? സഹദേവൻ. പുഴയ്ക്കിനിടയിലുണ്ടായ ഒരു അപകടത്തിൽ സംഭവിച്ചത്. DNA ടെസ്റ്റിന് ये सब अरेंजमेंट्स में ही बिजी है. हाँ. പക്ഷേ ഏത് ബുദ്ധിമാനും അബദ്ധങ്ങൾ സംഭവിക്കാം. इन्होंने क्या किया? ये भी तो कर ही रहे कुछ ना कुछ. हाँ രജിസ്ട്രേഷൻ നടന്ന സ്ഥലം, വീടിന്റെ ആധാരം എഴുതിയ ആള്, അതുപോലെ വീടിന്റെ ആർക്കിടെക്ട്, ओ വീട് പണിത കോൺട്രാക്ടർ. അതെ, वो घर के पीछे ही पड़े हुए. കല്യാണം ആ. കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണും ഇങ്ങോട്ടാ വരുന്നേന്ന് അവരോട് പറഞ്ഞിട്ടില്ലേ? അമ്മ, ഞങ്ങളുടെ പ്ലാൻ അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ് അച്ഛൻ മേടിച്ചു കൊടുക്കുന്ന പുതിയ കാറിൽ ജസ്റ്റ് മാരിഡ് ബോർഡൊക്കെ വെച്ച് ഇവർ രണ്ടുപേരും മിസ്റ്റി മൗണ്ടൻ റിസോർട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അതൊന്നും പറ്റില്ല. കെട്ട് കഴിഞ്ഞാൽ പെണ്ണും ചെറുക്കനും ചെറുക്കന്റെയോ പെണ്ണിന്റെയോ വീട്ടിലേക്ക് കുരിശ് വരച്ച് കയറണം. അതാണ് രീതി. എന്ത് രീതി? ഇതൊക്കെ പഴയ തോട്ട്സാ. अरे അമ്മ, മെസ്റ്റി മൗണ്ടൻ ഇവിടെ തൊട്ടടുത്താ. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളിങ്ങ് തിരിച്ചു വരുമല്ലോ. അത് കഴിഞ്ഞാൽ ചടങ്ങ് നടത്തിയാ പോരെ? ആ, ഇപ്പൊ പലരും കല്യാണം കഴിഞ്ഞ് അബ്രോഡിലേക്കൊക്കെയാ പോകുന്നത്. അമ്മയല്ലേ പറയാറ് നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന്. അതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാവുന്നോ? അമ്മ, ഞാൻ കല്യാണം വിട്ടുവരാൻ സമ്മതിച്ചല്ലേ, എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? വിട്ടുതരാനൊന്നും പറ്റില്ല. ശരിയാവില്ല. फोन टैपिंग नहीं कर पाएंगे उनका. അച്ഛാ, ഇത് കണ്ടോ? എന്താന്ന് വെച്ചാ അവര് തീരുമാനിക്കട്ടെ, നീ ഇതിൽ ഇടപെടണ്ട. ये देखो गुस्सा यहाँ पर निकल रहा है. ഹലോ, ആ नाराज हो गए. കഴിക്ക്. സാർ, അവരുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സഹദേവൻ തനിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഭയമില്ലായിരുന്നു. ഇതാ സാബു അവന്റെ കൂടെ. सही बात है, सबके साथ में वो. Yes, അപ്പൊ പോലീസ് ഇതിന്റെ പിറകിലുണ്ടെന്ന് ഉറപ്പിക്കാം. exactly. उनको पता है. സാറിന് എന്ത് തോന്നുന്നു? സാധ്യതയുണ്ട്. സഹദേവനെ മുന്നിലിരുത്തി കളിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായാൽ അതിന്റെ അഡ്വാൻറ്റേജ് പോലീസ് എടുക്കും. हाँ. പ്രശ്നമായാൽ സഹദേവനെ തലക്കി വെച്ചിട്ട് പോലീസ് ഒഴിയും. ഞാൻ അന്വേഷിച്ചു. പോലീസിന് പുതിയ തെളിവൊന്നും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചാലോ? പോലീസ് കേസ് റീഓപ്പൺ ചെയ്യുന്നെങ്കിലല്ലേ അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. അതൊന്നും എനിക്കറിയില്ല. അഞ്ജുവിന്റെ കല്യാണം അത് നടക്കണം. वो ज्यादा कॉशियस हो रहे हैं अभी. ആണെങ്കിൽ ഞാനൊരു ആന്റിസിപ്പേറ്ററി മൂവ് ചെയ്യാം. അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആവുമല്ലോ. हाँ ജോർജ് ഊട്ടി പോയി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ബാക്കി ഞാനിവിടെ എല്ലാം നോക്കിക്കോളാം. ഈ തെളിവുകളും മൊഴികളും ജോർജ് കുട്ടിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പയ്യന്റെ DNA മാച്ച്, അതൊരു സ്ട്രോങ് എവിഡൻസ് ആണ്. अच्छा. പക്ഷേ ഇനി നമ്മൾ 2 കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒന്ന്, ഈ സാക്ഷിമൊഴികൾ ഇതേപടി കോടതിയിലെത്തണം. 2, വരുണിന്റെ റിമൈൻസ് കണ്ടെത്തണം. ഈ രണ്ടാമത്തതായിരിക്കും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ एग्जैक्टली. वो അതൊക്കെ मिलना അടുത്ത जरूरी है. കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണം. शादी നമ്മുടെ शादी के നീക്കങ്ങൾക്ക് पीछे അയാൾക്ക് पड़े. എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. ജോർജ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻ അയാളുടെ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. കേസ് റീഓപ്പൺ ചെയ്തോന്നറിയാനുള്ള ഒരു ശ്രമമാണത്. നോ ഇന്റന്റ് ടു അറസ്റ്റ് എന്ന് പറഞ്ഞ് അവരത് നാളെ തിരികെ അയക്കും. പക്ഷെ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ പഴയ കേസ് റീഓപ്പൺ ചെയ്യണം. हाँ അങ്ങനെ വരുമ്പോൾ അവർ വീണ്ടും ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യും. सही बात है. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു വഴിയേ ഉള്ളൂ. ഈ കല്യാണം 25-ാം തീയതി തിങ്കളാഴ്ചയാണ്. അതെ. നമ്മള് अरे ശനിയാഴ്ച 23rd को കേസ് റീഓപ്പൺ ചെയ്തു. 2 दिन बाद അന്ന് शादी. തന്നെ പോയി അവരെ കസ്റ്റഡിയിലെടുക്കുന്നു. हाँ. പിറ്റേ ദിവസം ഞായറാഴ്ച കോടതിയില്ല. हाँ പിന്നെ ഉള്ളത് കല്യാണ ദിവസമാണ്. അല്ലെങ്കിൽ തന്നെ ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചാൽ मंडे को അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്ട്രക്ഷൻ എത്തി തിരിച്ചു കോടതിയിലെത്താം. हाँ. മിനിമം ഒരാഴ്ച. अरे एक हफ्ता. शिट. तो क्या प्लानिंग कर रहे हैं ना? वही. ജോർജ് കുട്ടി, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ റാണി, മക്കൾ അഞ്ജു, അനു ഇപ്പം ഞങ്ങളോടൊപ്പം വരണം. എന്തിന്?
വരുൺ കേസുമായി ബന്ധപ്പെട്ട് അത് ഹൈക്കോടതി റദ്ദാക്കിയതല്ലേ? ചില പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്റെ ഭാര്യയും കുട്ടികളും ഇവിടെ ഇല്ല. അവരവിടെ പോയി. ജോർജ് കുട്ടി, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നല്ലത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. क्या किया इन्होंने? क्या लिया है उन्होंने? कुछ ऑर्डर किया है? ഹലോ സർ, ഒരു പ്രശ്നമുണ്ട്. 41A നോട്ടീസ് സെർവ് ചെയ്യാതെ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നൊരു കോർട്ട്. Oh, nice. അങ്ങനെ ഒരു ഓർഡർ അവൻ എങ്ങനെ കിട്ടി? मान गए. ആന്റിസിപ്പേറ്ററി ബെയിൽ ഡിസ്പോസ് ചെയ്തപ്പോൾ കോടതിയോട് റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചായിരിക്കാനാ വഴി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കോപ്പി പോലീസ് സ്റ്റേഷനിൽ കിട്ടണ്ടേ? പോലീസിന് കിട്ടിയിട്ടില്ല. അതാ കോടതിയിലെ ലിയസൺ ഓഫീസർ അറിയിക്കേണ്ടത്. അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. എന്നാ പിന്നെ നോട്ടീസ് കൊടുത്തിട്ടങ്ങ് പോകാം സാറേ. Smart. മിസ്റ്റർ പ്രഭാകർ, അവന് നമ്മുടെ ഗെയിം പ്ലാൻ മനസ്സിലായി. Exactly. സൂക്ഷിച്ച് നീങ്ങില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നാറും. എനിക്ക് മുകളിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. കോർട്ട് ഓർഡർ ഇല്ലാതെ എനിക്ക് എന്റെ കൂടെ നിൽക്കാൻ ഇനി പറ്റില്ല. മനസ്സിലായോ? अभी अरेस्ट करना पड़ेगा तो कोर्ट ऑर्डर लेना ही पड़ेगा. Unfortunately, there are more loopholes than solutions in our legal system. Exactly. Let me think. ഒരു കാര്യം ചെയ്യാം. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് പറഞ്ഞ് നാളെ തന്നെ ഒരു നോട്ടീസ് കൊടുക്കാം. ഓഫ് കോഴ്സ് അവർ കോടതി പോകും. അവിടെ വി ഹാവ് ടു പ്ലേ എ റിയലി സോളിഡ് ഗെയിം. क्या है गेम बताओ? ये तो इनकी आंखें देखकर ही कैसा हो रहा है. लाल लाल एकदम. नोटिस. शादी के माहौल में कैसे निकलेंगे? वही तो. और इनको तो पता ही नहीं है, वो अकेले हैंडल कर रहे सब. നിങ്ങളിവിടെ സംസാരിച്ചിരിക്കണോ? ടൈമായി, വേഗം ഇറങ്ങ്. സ്തുതി കൊടുത്ത് ഇറങ്ങാൻ സമയമായി. ഞാൻ പറഞ്ഞതല്ലേ, ജുബൈഡായിരുന്നു. എന്ത് പറ്റി ജോർജോട്ടെ? ഒരു സന്തോഷമില്ലാത്ത പോലെ. ഒന്നുമില്ല. അഞ്ചുമോള് പോകുന്നത് കൊണ്ടാണോ? സർ, ഞാനൊരു ആൻറ്റിസിപ്പേറ്ററി ഫയൽ ചെയ്തിരുന്നു. അതിൽ 35 നോട്ടീസ് ഓർഡറായി. പോലീസ് ധൃതി പിടിച്ച് ഇന്നലെ നോട്ടീസ് സെർവ് ചെയ്തിട്ട് ഇന്ന് ഹാജരാവാൻ പറഞ്ഞിരിക്കുക. നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ പുതിയ ബെയിൽ ആപ്ലിക്കേഷൻ ഫയലാക്കി നമ്പർ കിട്ടു. സാർ, അത് ആദ്യം തന്നെ ഒന്ന് കേൾക്കണം. ബെഞ്ച് കയറുമ്പോൾ മെൻഷൻ ചെയ്തോളൂ. യെസ് സർ. പക്ഷെ പിക്ക് ഇൻസ്ട്രക്ഷൻ ഇല്ലെങ്കിൽ കേൾക്കില്ലല്ലോ. പോലീസ് ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ എങ്ങനെയാണ് രേണുക? എല്ലാ കേസിലും അങ്ങനെയല്ലേ പറ്റൂ? യെസ് സർ. സാറിന് അറിയുന്ന കേസാ, വരുൺ പ്രഭാകർ മർഡർ കേസിലെ ജോർജ് കുട്ടിയെ പെറ്റീഷന്. അത് റീഓപ്പൺ അതെ സർ. വീണ്ടും പോലീസ് ആ പാവത്തിനും കുടുംബത്തിനും ഉപദ്രവിക്കാനുള്ള ശ്രമം. സർ, ഇന്ന് അയാളുടെ മകളുടെ വിവാഹമാണ്. അത് മുടക്കാനുള്ള ശ്രമമാണ്. പിന്നെ ഇന്ന് തന്നെ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ല. एकदम डायरेक्ट बता रहे हैं. यस. ट्रांजिशन देखिए कितना मस्त बताया ना. പി സർ, ഇന്ന് രേണുകയുടെ ഒരു ആന്റിസിപ്പേറ്റർ വിളിക്കുന്നുണ്ട്. അറിയാം സർ, രേണുക പറഞ്ഞിരുന്നു. പിന്നെന്താ പ്രശ്നം? അല്ല സർ, അത് ഇൻസ്ട്രക്ഷന് പോയി വരണ്ടേ? ഒരാഴ്ച കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. പി ഇന്ന് അയാളുടെ മകളുടെ കല്യാണമാണ്. ഇന്ന് തന്നെ ഹാജരാക്കണമെന്ന് എന്താ ഇത്ര വാശി? അയ്യോ, വാശിയൊന്നുമില്ല സർ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സർ? ഫോണിലൂടെ എന്നെ ഇൻസ്ട്രക്ഷൻ എടുക്കാമല്ലോ. അതെ, ഞാൻ ഏതായാലും ആദ്യത്തെ കേസായിട്ട് വിളിക്കാം. അപ്പോഴേക്കും ഇൻസ്ട്രക്ഷൻ എടുത്തോ സർ. പിന്നെ കേസ് വിളിക്കുന്നത് വരെ ഫോഴ്സ്ഫുൾ മെഷേഴ്സ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞേക്കണം. बराबर, एग्जैक्टली. नाइस. Oh, पुलिस. पीछे खड़ी है गाड़ी. पीछे शायद जाएगी. സെക്ഷൻ 302 IPC. തെളിവുകളുടെ അഭാവത്തിലും പിന്നെ ഭാഗ്യം ഒന്നുകൊണ്ടും മാത്രമാണ് ജോർജ് കുട്ടി കഴിഞ്ഞ 2 തവണ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്രാവശ്യം കൃത്യമായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസ് റീഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുൻകാല സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ജോർജ് കുട്ടിക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ he will definitely tamper the evidence and influence the witnesses. My lord,
ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഉണ്ടെങ്കിലേ പോലീസിന് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ. ഹെൻസ് ഐ വെഹമെന്റ്ലി ഓപ്പോസസ് ബെയിൽ ആപ്ലിക്കേഷൻ. യുവർ ലോർഡ്ഷിപ്പ്, മുൻകാല സാഹചര്യങ്ങൾ അതിവിടെ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 തവണയും പോലീസിന് സംഭവിച്ച നാണക്കേടിന്റെയും പരാജയത്തിന്റെയും പ്രതികാരമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ പുതിയ റിപ്പോർട്ട്. ഏതൊരുവിധ അന്വേഷണവുമായി നാളിതുവരെ യാതൊരു മടിയും വീഴ്ചയും കൂടാതെ സഹകരിച്ച ജോർജ് കുട്ടിയെ മകളുടെ വിവാഹം നടക്കുന്ന ഇന്നത്തെ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തേ തീരുള്ളൂ എന്ന പോലീസിന്റെ പിടിവാശി ബഹുമാനപ്പെട്ട കോടതി കാണാതെ പോകരുത്. വിവാഹം മുടക്കാനുള്ള ഓർഡറിനാണ് പോലീസ് കാത്തിരിക്കുന്നത്. ലോർഡ്ഷിപ്പ്, ഈ വിവാഹം തന്നെ ജോർജ് കുട്ടിയുടെ മറ്റൊരു തട്ടിപ്പാണെങ്കിലോ? പോലീസിന് പുതിയ തെളിവുകൾ കിട്ടിയെന്ന് തിരിച്ചറിഞ്ഞ ജോർജ് കുട്ടി തിടുക്കപ്പെട്ട് മകൾക്ക് വിദേശത്ത് ജോലിയുള്ള ഒരാളുമായിട്ട് വിവാഹം നിശ്ചയിക്കുന്നു. മകളെ രാജ്യം തന്നെ കടത്തുവാനുള്ള ജോർജ് കുട്ടിയുടെ ഒരു പദ്ധതിയായിട്ട് ഇതിനെ സംശയിക്കേണ്ടി. പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനായിട്ട് കണ്ടീഷൻ ഇമ്പോസ് ചെയ്താ പോരെ? വിവാഹം മുടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ലോർഡ്ഷിപ്പ്, there is another serious issue. ഈ വിവാഹം നടന്നാൽ മറ്റൊരു വലിയ അപകടമുണ്ട്. मतलब और क्या होएगा? क्या वो डॉक्टर का हाँ, साइकेट्रिस्ट का. हाँ, उन्होंने कुछ चेंजेस करने को दिखाई दे. അഞ്ജു എന്ന പെൺകുട്ടിയുടെ സൈക്കോളജിസ്റ്റ് ഇഷ്യൂ മെഡിക്കൽ റിപ്പോർട്ടാണത്. അത് വായിച്ചാൽ കോടതിക്കെല്ലാം ബോധ്യമാവും. ആസ് പെർ ദ റിപ്പോർട്ട്, ഷീ ഈസ് ഹാവിംഗ് സെക്ഷൽ അവേർഷൻ. സെക്ഷൽ ഡിസയറോടുകൂടി ആരെങ്കിലും ആ കുട്ടി അപ്രോച്ച് ചെയ്താൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വയലന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപക്ഷെ ഇത് തന്നെ ആവാം വരുൺ പ്രഭാകരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചു. अरे ऐसा नहीं करो यार. अरे आगे पुलिस आई. रुके, उनको इंस्ट्रक्शंस नहीं मिले अभी तक. हाँ, इसलिए पीछे पीछे आ रहे वो. ये देखो सहादेवन भी तो आए. As a woman, I am deeply disturbed by what is being placed on record. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് ഭാര്യയായും അമ്മയായും ജീവിക്കാനുള്ള അവളുടെ അവകാശത്തെ ഹനിക്കാനായി ഒരു ആധാരവുമില്ലാത്ത ഈ ഒരു കടലാസ് കോടതി മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നു. അതും അവളുടെ വിവാഹ ദിവസം തന്നെ. Milord, I strongly doubt the veracity of the so-called medical report. ലോർഡ്ഷിപ്പ്, ഇന്ന് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച അവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യാം. പോലീസ് പറയുന്നിടത്ത് ഹാജരാകും. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും കൊടുക്കാൻ പാടില്ല. ലോർഡ്ഷിപ്പ്, ഈ വിവാഹം തന്നെ നടക്കാൻ പാടില്ല. ഒരാളുടെ ജീവനാണോ ഒരാളുടെ ഇമോഷനാണോ വലുതെന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ തീരുമാനിക്കണം. ഇന്ററിം ബെയിൽ ഗ്രാന്റഡ് അൺടിൽ നെക്സ്റ്റ് ഹിയറിംഗ്. അടുത്ത ഹിയറിംഗ് വരെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ. തൽക്കാലം വിവാഹം നടക്കട്ടെ. निकल लिए, पुलिस भी चली गई, सहादेवन भी चले गए. थैंक गॉड, शादी हो गई इनकी. वही പ്രഭാകർ, നിങ്ങളിങ്ങനെ അപ്സെറ്റ് ആവണ്ട. കല്യാണം കഴിഞ്ഞെന്നല്ലേ ഉള്ളൂ. ആ കുട്ടി രാജ്യമൊന്നും വിട്ടു പോയിട്ടില്ലല്ലോ. നമുക്കിനി സമയമുണ്ട്. സാറേ, അപ്പം ഞാൻ ഇറങ്ങാം. നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഞാനും അങ്ങ് പോകും സാറേ. निकल लिए सब लोग. ये कुछ करे नहीं अभी आगे. करेंगे तो इनके ऊपर ही आ जाएगा ना सब कुछ कि यही प्रेम करने के लिए लगे हुए. खारिज हो जाएगा सब कुछ. जो ये सबसे सहादेवन दिखाए गए हैं, वो कुछ भी कर सकते हैं. एक्चुअली किसी भी एक्सटेंट तक जा सकते हैं. यहाँ क्या हो रहा है? हाँ सारे, അവരിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. उन्होंने इनको कॉल किए? उनकी बेटी को कुछ कर तो नहीं देंगे? गाड़ी के नीचे बॉम्ब? नहीं, ऐसा तो नहीं हो सकता. മിസ്റ്റർ പ്രഭാകർ, വാട്ട് ഈസ് ഗോയിങ് ഓൺ? സാർ ഇതുവരെ കണ്ടത് വെറും ഡൈവേർഷൻസ്. നമുക്ക് കിട്ടിയ തെളിവുകൾ കൊണ്ട് മാത്രം അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ എനിക്കിനി സമയവുമില്ല. നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ ഈ ജോർജ് കുട്ടി അങ്ങനെ അതിബുദ്ധിമാനായ ഒരു ക്ലാസിക് ക്രിമിനൽ ഒന്നും അല്ല സർ.
കുറച്ച് ഭാഗ്യവും പിന്നെ ആവശ്യത്തിന് സമയവും കിട്ടിയാൽ കോമൺ സെൻസ് ഉള്ള ഏതൊരാളും ചെയ്യുന്നതേ അയാളും ചെയ്തിട്ടുള്ളൂ. 2 വർഷത്തെ പരിശ്രമത്തിലൂടെ ഞാനിപ്പോ ചെയ്തു അത് തന്നെ. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും അവന്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു പുകമറയായിരുന്നു സാർ ഇതുവരെ കണ്ടത്. പ്രഭാകർ, നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവും. ഓഫ് കോഴ്സ് ഐ വിൽ ടെൽ യു മൈ പ്ലാൻ വിച്ച് ഈസ് ऑलरेडी इन मोशन. अरे प्लान तो बताओ लेकिन. ओ तो यहाँ पर सब के सब लगे पड़े हैं इंक्लूडिंग सहदेवन के वहां पर जॉर्ज कुट्टी की जो बेटी की शादी है वो रुक जाए, लेकिन जॉर्ज कुट्टी जो है वो एक स्टेप आगे हमेशा ही निकलते आते हैं. तो यहाँ पर यही दिखाया गया है कि कोर्ट ने भी नेक्स्ट हियरिंग तक उन्हें कोई भी कस्टडी में लेने से मना कर दिया उनकी फैमिली को. इसलिए यहाँ पर जॉर्ज कुट्टी की बेटी की शादी जो है वो फाइनली हो गई है. लेकिन यहाँ पर कहानी में फिर से एक ट्विस्ट आ चुका है. इनका प्लान, इनका गेम क्या चल रहा है वो अभी हमें अगले वाले पार्ट में पता चल जाएगा. यस, तो आपको ये पार्ट कैसा लगा हमें कमेंट करके जरूर बताइए. तो इसी के साथ हमें वीडियो सम अप करते हैं. अगर आपको ये वीडियो अच्छा लगा हो तो प्लीज लाइक, शेयर एंड सब्सक्राइब टू आवर चैनल दीपू's रिएक्शन एंड नेवर मिस एन अपडेट. हम मिलते हैं आपको अगले वीडियो में. तब तक के लिए बाय बाय एंड स्टे ट्यून्ड.